നമസ്കാരം. പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ഒരു കാലത്ത് മനുഷ്യർ വിശ്വസിച്ചിരുന്നത് ഇതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന് തന്നെയാണ് പലരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഒരു സംഘം ശാസ്ത്രജ്ഞന്മാർ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബിഗ് ബാങ് തിയറിയുമായി രംഗത്തെത്തിയത്. ബിഗ് ബാങ് തിയറി എന്ന് പറയുമ്പോൾ ഒരു മഹാവിസ്ഫോടനത്തിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നാണ് അവർ വാദിച്ചിരുന്നത്. അവർ അന്ന് മുന്നോട്ട് വെച്ച നിരവധി ആശയങ്ങളോട് ലോകത്തെ പ്രധാനപ്പെട്ട ഗവേഷകരൊക്കെ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അത്തരത്തിലുള്ള ആ ഒരു വിശ്വാസമാണ് ശരി എന്ന് ലോകമത് ഏറ്റുപറയുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സംഘം ഗവേഷകർ പറയുന്നത് ഈ വാദഗതി തെറ്റാണ് എന്നാണ്. ബിഗ് ബാങ് തിയറി തെറ്റാണ്, പകരം അവർ മുന്നോട്ട് വയ്ക്കുന്നത് ബ്ലാക്ക് ഹോൾ തിയറി എന്ന മറ്റൊരു ആശയമാണ്. പോർട്സ്മൗത്ത് സർവകലാശാലയിലെ പ്രൊഫസർ എൻറിക് ഗാസ്റ്റനാഗയും സഹപ്രവർത്തകരുമാണ് ഈ പുതിയ സിദ്ധാന്തം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രപഞ്ച സൃഷ്ടി നടന്നത് എന്നാണ് അവർ പറയപ്പെടുന്നത്. ഇതിൻ്റെ ഫലമായി വലിയൊരു തമോ ദ്വാരം, അതായത് വലിയൊരു ദ്വാരം ഉണ്ടായി എന്നും അങ്ങനെ അതിലൂടെ പുറത്തേക്ക് കടന്നു വന്നാണ് പ്രപഞ്ചം ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത്. ഒരു ശക്തമായ സ്ഫോടനത്തിലൂടെ തന്നെയാണ് ഈ ഒരു തമോദ്വാരം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ ഗവേഷകർ അവകാശപ്പെടുന്നത്. അങ്ങനെ പ്രപഞ്ചം ഉണ്ടായി എന്നും പിന്നീട് ഈ ഒരു സ്ഫോടനത്തിന് ശേഷം പ്രപഞ്ചം തണുത്ത് ഉറയുകയും ഇതിൽ നിന്നാണ് പിന്നീട് ഗാലക്സികളും നക്ഷത്രങ്ങളും മറ്റും ഉണ്ടായത് എന്നാണ് ഈ പുതിയ സിദ്ധാന്തക്കാർ വാദിക്കുന്നത്. ഇവരെ അനുകൂലിച്ച് ഇപ്പോൾ നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. നാസയുടെ ഏറ്റവും അത്യന്താധുനിക ഉപകരണങ്ങളും മറ്റും ഉപയോഗിച്ച് ഇപ്പോൾ ഈ വിഷയത്തിൽ വിശദമായ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഫലം കൂടി പുറത്തു വരുമ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ കഴിയുമെന്നും ബ്ലാക്ക് ഹോൾ തിയറിയാണ് ശരി എന്നും പലരും വാദിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതെല്ലാം വിശദീകരിക്കാൻ ഈ സിദ്ധാന്തത്തിന് കഴിയുമെന്നാണ് പ്രൊഫസർ ഗാസ്റ്റനാഗയും സംഘവും അവകാശപ്പെടുന്നത്. നേരത്തെ ബിഗ് ബാങ് തിയറിക്കാർ അവകാശപ്പെട്ടിരുന്ന പോലെ പ്രപഞ്ചം പൂർണ്ണമായും പരന്ന ഒന്ന് അല്ല എന്നും അതിനൽപ്പോൾ ഒരു വളവുണ്ട് എന്നും ഈ വാദക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രപഞ്ചത്തിലെ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് സംബന്ധിച്ച അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഭാവി സംബന്ധിച്ച ഈ ലോകം ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച വളരെ വ്യക്തമായ ചില വിവരങ്ങൾ ഇനി അങ്ങോട്ട് നടക്കുന്ന ഈ മേഖലയിൽ നടക്കുന്ന ഗവേഷണങ്ങളിലൂടെ അറിയാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാർ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ബിഗ് ബാങ് തിയറി അനുസരിച്ച് നമുക്കറിയാവുന്ന പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന എല്ലാം അനന്തമായ ഒരു ബിന്ദുവിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ നിന്ന് ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് പ്രപഞ്ചം കോസ്മിക് ഇൻഫ്ലേഷൻ എന്നറിയപ്പെടുന്ന അസാധാരണ ഘട്ടത്തിലേക്ക് എത്തിയത് എന്നാണ് ഈ ഗവേഷകർ ഇപ്പോൾ വാദിക്കുന്നത്. ഏതായാലും ദൈവമല്ല, ബിഗ് ബാങ് തിയറിയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന് അവകാശപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെല്ലാം തന്നെ ഇപ്പോൾ വല്ലാത്ത വെട്ടിലായിരിക്കുകയാണ്. ബ്ലാക്ക് ഹോൾ തിയറി സംബന്ധിച്ച ഒരുപാട് വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും കുറേ കൂടി ആധികാരികവും ശാസ്ത്രീയവുമായ രീതിയിലുള്ള പഠന ഗവേഷണങ്ങൾ തന്നെയാണ് ഇവർ നടത്തുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണെങ്കിൽ ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാക്കൾ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാർക്കോട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ പലരും സംശയിക്കുന്നത്. കാരണം അത്രത്തോളം ആധികാരികമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളെന്നും ഇത് സംബന്ധിച്ച കൂടുതൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും പോലെയുള്ള മഹാസ്ഥാപനങ്ങളൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഈ ഒരു തിയറിയെ സംബന്ധിച്ച ഗവേഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്ലാക്ക് ഹോൾ തിയറിയാണ് ശരി എന്ന് ഒരുപക്ഷെ നാളെ ലോകം പറയും എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ അതിന് ഒരുപാട് സമയമെടുക്കും എന്നുള്ളത് ഉറപ്പാണ്.